സൈബർ സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈബർ ക്രൈംസൊക്കെ സാധാരണ പോലീസുകാരാണ് നോക്കുന്നത്. നമ്മുടെ കണക്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുത്ത് എന്നെ പറ്റി അങ്ങനെ എഴുതി, എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്തു, എൻ്റെ തലവെട്ടി വേറെ മാറ്റി വെച്ചു, എൻ്റെ ഇത് ഹാക്ക് ചെയ്തു, അങ്ങനെ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കുന്ന സ്ഥലമാണ്. സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ സെക്യൂരിറ്റി വയ്ക്കുന്ന പോലെയൊന്നുമല്ല. നമ്മുടെ സൈബർ ഡോമിന് സാധാരണ അങ്ങനെ വലിയ സെക്യൂരിറ്റി ഒന്നും ഇവർ പറയുന്നതൊന്നും ഉണ്ടാവില്ല. ആർക്കും എപ്പോൾ വേണേൽ കയറാം, ഹാക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെപ്പോലെ വലിയ പ്രധാനികളല്ലാത്ത സാധാരണ മനുഷ്യരുടെയൊക്കെ ഹാക്ക് ചെയ്യലുണ്ട്. അവർ ചെയ്താൽ തന്നെ നമുക്കൊന്നും വലിയ കാര്യമായിട്ട് രഹസ്യങ്ങളൊന്നും ഉള്ളവരായിരിക്കില്ല. അതല്ല, രാജ്യാന്തര രഹസ്യങ്ങൾ, രാജ്യ സുരക്ഷാ രഹസ്യങ്ങളും ഒക്കെ ചോർത്തുന്ന തരത്തിൽ വലിയ ക്രൈമുകൾ നടത്തുന്നതിൻ്റെ സുരക്ഷ ഒരു പെണ്ണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് ഇത്തിരി അവസരം വേണമെങ്കിൽ ഇത്തിരി ജാട കാണിക്കാവുന്നതാണ്. വലിയ കാര്യമാണ്. അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം സാധാരണ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ, ഇവർ പരിചയമുള്ളവരുടെ പരിചയക്കാരാണ്. അത് വലിയ ചെറുതായിട്ട് ഞാനും ഒന്ന് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് ആ കാര്യത്തിൽ. അത് ലോക ശ്രദ്ധ നേടിയ തരത്തിൽ നമ്മുടെ മിലിറ്ററിക്കും ആർമിക്കും ഒക്കെ അതിൻ്റെയൊക്കെ സെക്യൂരിറ്റി വരെ, നമ്മുടെ എയറോഡ്രോമുകൾ, പ്ലെയിനൊക്കെ വേറെ വഴിക്ക് ഓടിപ്പോവും ചില സമയത്ത്. പ്ലെയിനിൻ്റെ ഒക്കെ കൺട്രോളൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയില്ലേ. അതിനെയൊക്കെ ഇവിടെ നിന്ന് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. നമ്മളെ എല്ലാവരെയും പെണ്ണുങ്ങളാണ് നിയന്ത്രിക്കുന്നത്. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ ഒരു സംരംഭം ലോകോത്തര പദവി നേടുമോ? നമ്മുടെയൊക്കെ ഉള്ളിലെ സംശയാലു പറയും എവിടെന്ന്. എന്നാൽ അങ്ങനെ ഒരു സംരംഭമുണ്ട്. അതാണ് പ്രൊഫൈസ്. ഇത് ഒരു സൈബർ സെക്യൂരിറ്റി സംരംഭം. സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുന്ന സോഫ്റ്റ്വെയറുകളുടെ നിർമ്മാതാക്കൾ. ഈ മേഖലയിലെ സംരംഭങ്ങൾക്കായി കുപ്പിംഗർ കോൾ അനലിസ്റ്റ് ഏർപ്പെടുത്തിയ ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ വേൾഡ് ടോപ്പ് 5-ൽ ഈ കേരളീയ സംരംഭം ഇടം പിടിച്ചിരിക്കുന്നു. കൂടെയുള്ള മറ്റ് 4 സ്ഥാപനങ്ങളും അമേരിക്കൻ, ഇസ്രയേൽ സംരംഭങ്ങൾ. പ്രൊഫൈസ് ഈ പദവി നേടുന്ന ഏഷ്യയിലെ ആദ്യ സംരംഭം. We are here as Prophase Web Application Firewall and the new innovations that we're bringing onto the web application firewall industry. ഈ മഹാനേട്ടത്തിന്റെ പതാകവാഹക ലക്ഷ്മിദാസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ജീവിത പങ്കാളിയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുമായ വൈശാഖിനൊപ്പം ലക്ഷ്മി 2019 തുടങ്ങിയതാണ് പ്രൊഫൈസ്. 2023 അനോണിമസ് സുഡാൻ ലോകമാകെ ഒരു സൈബർ ആക്രമണം നടത്തി. ഇന്ത്യയിൽ 6 സ്ഥാപനങ്ങൾ അവർ ആക്രമിച്ചു. 3 കീഴടങ്ങി, 3 അതിജീവിച്ചു. രാജ്യാന്തര സൈബർ ആക്രമണത്തെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആ 3 സ്ഥാപനങ്ങളും വൻ വിമാനത്താവളങ്ങൾ. അവയെ രക്ഷിച്ച സംവിധാനത്തിന്റെ പേരാണ് പ്രൊഫൈസ്. വിമാനത്താവളങ്ങൾ മുതൽ പ്രതിരോധ സ്ഥാപനങ്ങൾ വരെ ആശ്രയിക്കുന്ന സംവിധാനം. രാജ്യത്തും പുറത്തും 100-ൽ പരം സ്ഥാപനങ്ങളുടെ സൈബർ കാവൽക്കാർ. ഇന്നും സൈബർ സംരക്ഷണത്തിന് നമ്മളൊക്കെ ആശ്രയിക്കുന്നത് മറുനാടൻ സോഫ്റ്റ്വെയറുകളെ. അതിനുള്ള ബദലാണ് ലക്ഷ്മി തീർത്തത്. ഇന്ത്യയെ നാളെ സൈബർ പവർ ആക്കാൻ പോകുന്ന കേരള ബദൽ. കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ശ്രീമതി നിഷ ജോസ്. ഇനി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ലക്ഷ്മി ക്ഷണിക്കുന്നു, പ്ലീസ്. വേദിയിലുള്ള എല്ലാ വിശിഷ്ടാംഗങ്ങൾക്കും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത് ഒരു സ്പീച്ച് പറയാനൊന്നും. ബട്ട് ഇവിടെ വരുമ്പോൾ അതൊരു ചടങ്ങാണല്ലോ. സോ ഇൻഡീഡ് ഇറ്റ്സ് എ റിയലി എ പ്രൗഡ് മൊമെൻറ്റ്. നമ്മൾ തുടങ്ങിയപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സൈബർ സെക്യൂരിറ്റി പ്രോഡക്റ്റ് കമ്പനി, ബിക്കോസ് ഇത് ഓൾ ഓവർ ദ വേൾഡ് ഒരു 20
അറൗണ്ട് 20 കമ്പനീസ് ഈ ഏരിയയിലുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിച്ചു എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങി. ലൈക്ക് നമ്മളപ്പോൾ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പം കേരളത്തിൽ നിന്നുള്ള കമ്പനീൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എന്തിനു വാങ്ങിക്കണം, ആ ഒരു ബിക്കോസ് വി ആർ റിലേറ്റഡ് ടു സെക്യൂരിറ്റി. അപ്പോൾ ഒരു ട്രസ്റ്റ് ഫാക്ടർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യം കുറേ റിജക്ഷൻസ് ആയിരുന്നു. പക്ഷേ ആ റിജക്ഷൻസ് ആയിരുന്നു നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തന്നത്. ഇപ്പം നമ്മൾ തീരുമാനിച്ചു നമ്മൾ കേരളത്തിൽ തന്നെ ആയിരിക്കും ഹെഡ് ക്വാർട്ടേഡ് ഇൻ കൊല്ലം ആൻഡ് വി വിൽ മേക്ക് ഇറ്റ് ബിഗ്. ഇന്ത്യനെ നെക്സ്റ്റ് സൈബർ പവർ ആക്കാനുള്ള ഒരു മിഷൻ ആണ് പ്രൊഫേസ് ഏറ്റെടുത്തിരിക്കുന്നത്. സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ദ ഡിപ്പെൻഡൻസി ഓൺ എനി ഓഫ് ദി ഇൻ്റർനാഷണൽ വെൻഡേഴ്സ് ഇൻ ദിസ് സ്പേസ്. ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന വെൻഡേഴ്സൊക്കെ ഇപ്പം ഒരു 3 ബില്യൺ 4 ബില്യൺ ആ ഒരു റേഞ്ചിലാണ് അക്വിസിഷനിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ദെം. എന്നിട്ട് നമ്മളിപ്പോൾ top 5 we are on the same quadrant as all the other vendors are, and that's the stage where we are here, and we want to make Kerala the next destination. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓൾമോസ്റ്റ് 50% വിമൻ എംപ്ലോയേഴ്സ് ആണ്. കുറേ പേര് ലൈക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ക്യാൻ വി കം ബാക്ക്. When I saw the fire in them, I said you should. I mean that's what we want. Almost 50% women are pinna kore vere maternity kani they wanted to relocate with their husbands, so we gave them an opportunity. In tech area, especially cyber security area, there are very few women. So whenever I go like nan events like pomba, I'll be the only one. So I want more women to come to the space. That's what I try. Webinars narati, college like poi talks narati. We want more women to come in the space because there's internet, there's a lot of artificial intelligence, generative AI. Cyber attacks are the biggest, threat that we are all facing. അപ്പോൾ ഈ ഒരു മേഖലയിൽ we need more improvements and more developments, and we need more women power in this area. And that's what I want all of you to, get into, because without thinking anything, let's make India the next cyber power. Thank you. Sir, എനിക്ക് മോളും ഹസ്ബൻഡിനും അച്ഛനമ്മയും ഒന്ന് വിളിക്കണമെന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് ആയിക്കൂടെ ഓഫർ ചെയ്യാനുള്ളത് മമ്മൂക്കയുടെ വെബ്സൈറ്റിനെ ഞങ്ങൾക്ക് പ്രൊഫൈസ് നോക്കി ഞങ്ങൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഗിഫ്റ്റ് ദാറ്റ് വി ഓഫർ. താങ്ക് യു. ലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായി മാറട്ടെ പ്രൊഫൈസ് എന്ന് ആശംസിക്കുകയാണ്. Congratulations once again, Lakshmi, and thank you so much, Mamuka.